അമ്മ എന്താണ് രാവിലെ അഞ്ചിട്ട് പരിപാടി? മഷ്റൂം പുലാവാ? ഓയിലല്ലേ? ചെമ്പക്ക അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, ഓയിൽ ഒഴിച്ച് കൊടുക്കണം അല്ലേ? അപ്പോൾ നമ്മുടെ കുറേ ആൾക്കാർ മഷ്റൂം പുലാവിൻ്റെ റെസിപ്പി ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അമ്മ അതിനുള്ള സെറ്റപ്പാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ചെമ്പിൽ ഓയിൽ ഒഴിച്ച് കൊടുത്തു. അപ്പോൾ അമ്മ നമ്മൾ ഇന്ന് എത്ര അരി എടുത്തിരിക്കുന്നത്? കുറച്ച് മതി വീട്ടിക്കല്ലേ? അപ്പോൾ അതിനുള്ള സാധനങ്ങളെല്ലാം അവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ലീഫ്, പട്ട, ഗ്രാമ്പു, ഏലക്കായ ഇതാണ് ഇട്ട് കൊടുക്കാൻ പോണല്ലേ അമ്മ? എണ്ണയൊക്കെ ചൂടായി പട്ട, ഗ്രാമ്പു, ലീഫ് ഇട്ട് കൊടുത്തു, ഏലക്കായ ഇട്ട് കൊടുത്തു. അപ്പോൾ കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ബട്ടർ ഇട്ട് കൊടുക്കുന്നു. ബട്ടറൊക്കെ ഇട്ട് ഉണ്ടാക്കുമ്പോൾ നല്ല ഫ്ലേവർ കിട്ടും റൈസിന്, നല്ല സോഫ്റ്റും ആയിരിക്കും റൈസ്. അപ്പോൾ ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും ബാക്കി എന്തൊക്കെയാണ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്? സവോള, പച്ചമുളക്, മഷ്റൂം ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതും ചായച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സെറ്റാക്കാൻ പോകണം. പച്ചമുളക് അല്ലേ? ശരി അമ്മ. ഒന്ന് ചെറുതായിട്ട് വാടി വരട്ടല്ലേ അമ്മ? അപ്പൊ നമ്മൾ അരക്കില അരിയില്ല അമ്മ എടുത്തിരിക്കുന്നത്? ഇതിന്റെ ഒരു പാത്രം അരിയേ ഉള്ളൂ, അരക്കില. അപ്പൊ അതിന്റെ 1.5 പാത്രം വെള്ളമാണ് നമ്മൾ എടുക്കുന്നത് അല്ലേ? അപ്പൊ ഇത് സവോളയൊക്കെ വറക്കി ആവുമ്പോഴേക്ക് നമ്മൾക്ക് ഇതിലെ വേറെ അടുപ്പിൽ വെള്ളം ചൂടാക്കാൻ പറ്റാം. അപ്പൊ പിന്നെ വേഗം എളുപ്പമാവും അല്ലേ അമ്മ? അപ്പോൾ 1.5 പാത്രം വെള്ളം എടുത്തിട്ട് നമ്മൾ തിളപ്പിക്കാൻ വെക്കണ്ടേ. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇട്ട് കൊടുക്കണം. സവോളയ്ക്ക് ഒരുവിധം വാടി, നല്ലോണം വാടുന്നില്ല, ചെറുതായിട്ടൊന്ന് വാടിയാൽ മതി. അപ്പോൾ അതിലേക്ക് അമ്മ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ച് വെച്ചത് ഇട്ട് കൊടുത്തു. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയും സവോളയൊക്കെ ഒരുവിധം വാടി ആയി. അപ്പം അമ്മ അതിലേക്ക് മഷ്റൂം ഇട്ട് കൊടുക്കും. ശരി അമ്മ, മഷ്റൂം ഇട്ട് കൊടുത്തു. പിന്നെ മല്ലിയില, പുതിന അരിഞ്ഞത് അല്ലേ? അത് ഇട്ട് കൊടുത്തു. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം അല്ലേ അമ്മ? മഷ്റൂം ഒന്ന് എണ്ണയിലൊന്ന് ചുരുണ്ട് വരണം അല്ലേ അമ്മ? അപ്പോൾ മഷ്റൂമിൽ വെള്ളം ഉണ്ടാവും. അപ്പോൾ ആ വെള്ളം ഒന്ന് വെളിയിൽ വരണം. വേകട്ടെ. അപ്പോൾ അപ്പോഴേക്കും മഷ്റൂമിൻ്റെ വെള്ളമൊക്കെ വെളിയിൽ വരും. എന്നിട്ട് ആ വെള്ളം ഒന്ന് വറ്റി പോവുകയും വേണം, അല്ലെങ്കിൽ നമുക്ക് വെള്ളത്തിൻ്റെ അളവ് ചിലപ്പോൾ കൂടാൻ ചാൻസ് ഉണ്ട്. കൂനൊക്കെ സെറ്റായി, കൂവിൻ്റെ വെള്ളമൊക്കെ വന്നു. വെള്ളമൊക്കെ വറ്റും ചെയ്തൂലേ അമ്മ? വെള്ളമൊക്കെ വറ്റി നല്ല പാവമായിട്ടുണ്ട്. അപ്പൊ നമുക്ക് ചൂടുവെള്ളം ഇവിടെ ഒഴിച്ചു കൊടുക്കാം അല്ലേ? അതിന് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തു. നാരങ്ങ അല്ലേ അമ്മ? അപ്പോൾ തൈര് ഒഴിക്കുക. അപ്പോൾ ഏത് വേണമെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഒഴിക്കുക. അപ്പോൾ അമ്മ കുറച്ച് നാരങ്ങ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പുളിക്ക് ആവശ്യത്തിന്. വെള്ളമൊക്കെ തിളച്ചൂലമ്മ? വെള്ളം തിളച്ചു. അപ്പൊ 1 കിലോ അരിയാണ് അമ്മ അത് 1 മണിക്കൂർ മുമ്പേ വെള്ളത്തിൽ കഴുകി വാരിതാ വെച്ചതാണ്. 1 മണിക്കൂർ കുതിരാൻ വെച്ചു. അപ്പോൾ ബസുമതി അരിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ഫസ്റ്റ് കാണിക്കാൻ മറന്നതാണ്. അപ്പോൾ കുതിർത്തരി കൊട്ടി കൊടുക്കണം.
നിറച്ച് വെക്കാം അല്ലമ്മ. അരിയൊക്കെ തിളച്ച് വെള്ളമൊക്കെ തിളച്ച് സെറ്റായി വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റി വന്നൂലമ്മ. ഓ റെഡിയായി. അപ്പം അമ്മ അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു. നെയ്യല്ലേ? കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തു. വെള്ളം ഏകദേശം 90% വറ്റിയിട്ടുണ്ട്. നമുക്ക് അത്ര വറ്റിയാൽ മതി. ഇനി നമുക്ക് അടച്ചു വെക്കാം അല്ലമ്മ. അടച്ചു വെച്ച് ഓഫായി കഴിഞ്ഞാൽ ദമ്മിൽ വേകില്ലമ്മ ബാക്കി. അപ്പം അമ്മ അടുപ്പ് ഓഫാക്കി വെക്കണം. ഓ ശരി അമ്മ. ഇനി നമുക്ക് 1/2 മണിക്കൂർ വേണം അല്ലമ്മ. 1/2 മണിക്കൂർ കഴിയട്ടെ. അത് പൊട്ടിക്കാം. അപ്പോൾ മഷ്റൂം ചിക്കൻ ആയിട്ടുണ്ട്. ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ മക്കൾ പറഞ്ഞ പോലെ അമ്മ ഇതാ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ റെസിപ്പിയൊക്കെ ഇട്ടിട്ടുണ്ട്. നിങ്ങളൊക്കെ കണ്ടു നോക്കുക. എന്നിട്ട് ഇതിൻ്റെ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ എന്താണ് പറഞ്ഞാൽ അമ്മനെ അറിയിക്കാം അല്ലേ. അപ്പോൾ വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ബൈ ബൈ.